നാനാജാതി മത്സരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ദേശത്തിൻ്റെ ഒരു മഹത്തായ ക്ഷേത്രമാണ് അറക്കൽ ദേവി ക്ഷേത്രം. ഈ കെട്ടുവിളക്ക് എന്ന് പറയുമ്പോൾ ദേവിയുടെ പ്രതീകമായ സ്വർണ്ണ വിഭൂഷിതമായ തൃക്കൊടി എഴുന്നള്ളിക്കുമ്പോൾ ഇവിടെ 3 കരക്കാർ കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തുന്നതും ഇതിൻ്റെ അവകാശികളും. അറക്കൽ മലമേൽ തേവറത്തോട്ടം ഇടയം കരക്കാരാണ്. ഈ കരയിലുള്ള ഭക്തജനങ്ങൾ ഒരു 2 ആഴ്ചക്കാലത്തോളം വ്രതം നോറ്റ് ഈ കെട്ടുവിളക്കുകൾ കൊണ്ടുവരുന്നത്. അത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ കെട്ടുവിളക്കുകൾ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കെട്ടുവിളക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് കണ്ട് പഠിച്ചതായിരിക്കും. എന്ന് വെച്ചാൽ ഇത് തനതായി ഞങ്ങൾക്ക് അവകാശപ്പെടാവുന്ന ഒരു വിളക്കാണ്. ഇത് മുളക്കമ്പിലാലും വാഴപ്പോളയിലും കുരുത്തോലയിലും ഒക്കെ ത്രികോണാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടുവിളക്കുകൾ ഞങ്ങളുടെ തനതാണ്. മാത്രമല്ല ഈ കെട്ടുവിളക്കുകളെല്ലാം തന്നെ ഈ അറക്കൽ ഏലായുടെ അടിവാരത്ത് എത്തിച്ചേരുമ്പോൾ മാത്രമാണ്, ആ അടിവാരത്താണ് ഇവിടെ കെട്ടുകുതിരകളെ ഒക്കെ കെട്ടി അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ എത്തിച്ചേരുമ്പോഴേക്കും ഇവിടുന്ന് അമ്മയുടെ സ്വർണ്ണഭൂഷിതമായ തൃക്കൊടി മേൽശാന്തിയും ദേവസ്വം അധികൃതരും ഈ 3 കരയിലെയും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും അഡ്കോ കമ്മിറ്റി കൺവീനർ കമ്മിറ്റി മെമ്പർമാർ അടക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളടക്കം ചെല്ലുമ്പോഴാണ് ഈ കെട്ടുവിളക്ക് ചരിത്ര പ്രശസ്തമായത് ആരംഭിക്കുന്നത്. അങ്ങനെ ഈ കെട്ടുവിളക്കുമായി ഇവിടെ എത്തി അമ്മയുടെ പ്രതീകമായ തൃക്കൊടിയും ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ദീപാരാധനയാണ്. ആ ദീപാരാധന അറക്കലമ്മയുടെ തിരുവാഭരണങ്ങളെല്ലാം ചാർത്തി അറക്കലമ്മയുടെ മേൽശാന്തിയായ അബീഷിൻ്റെ ബിരുദുകളാൽ മുഴുക്കാപ്പ് ചാർത്തിയ അതീവ സന്തുഷ്ടയായി പരിലസിച്ച് നിൽക്കുന്ന ശില്പസൗന്ദര്യം വാർന്നൊഴുകുന്ന വിധം അമ്മയുടെ ഭക്തർക്കെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദേവിയെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഇവിടുത്തെ 10,000-കണക്കിന് വിശ്വാസികളാണ് ഈ കെട്ടുവിളക്കുമായി ഇവിടെ എത്തുന്നത്. സാക്ഷാൽ ദേവി ഈ സമയത്ത് പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് പോലെ ആനന്ദ ഭൈരവി കൃഷി ശങ്കുരി ചന്ദ ശ്രീ മഹാ ത്രിപുര സുന്ദരി ദേവത, ഈ 3 സുന്ദരിമാരിൽ ദേവതമാരിൽ മഹാലക്ഷ്മിയാണോ പാർവതി ദേവിയാണോ സരസ്വതി ദേവിയാണോ എന്ന് ചിന്തിക്കത്തക്ക വിധമുള്ള രീതിയിലാണ് മുഴുക്കാപ്പ് ചാർത്തി നിൽക്കുന്ന ദേവിയെ കാണാൻ കഴിയുന്നത്. ഈ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഉത്സവത്തിൻ്റെ കൺവീനറായ ഞാൻ അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഉത്സവത്തിൻ്റെ മഹനീയമായ നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, കൺവീനർമാർ, അഡ്കോ കമ്മിറ്റി കൺവീനർ ഡോക്ടർ സംഗീത് അവർകൾ, അഡ്കോ കമ്മിറ്റി അംഗം രതീഷ് അനുലാൽ, അറക്കൽക്കരയിലെ ലജ്ജു, ഇടയങ്കരയിലെ ബിജു തുടങ്ങി എല്ലാവരുടെ ആത്മാർത്ഥമായ സഹകരണവും എല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ വനിതാ പോലീസ്, അവരെല്ലാം അടക്കമുള്ളവരെല്ലാം അവരെ എല്ലാം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ ഉത്സവത്തിൻ്റെ മഹനീയമായ നടത്തിപ്പിന് വന്ന് എല്ലാവർക്കും അറക്കലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് രണ്ടും സംയോജിച്ചുള്ള ഭക്തി നിർഭരമായ കടൽ ഒരുമിച്ച്